കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് പശ്ചാത്തലമാക്കി ടി പത്മനാഭന്റെ കഥ. നിക്ഷേപകരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന സഹകരണ ബാങ്കും ആത്മഹത്യ ചെയ്ത ഇരകളെക്കുറിച്ചുമാണ് കഥയിൽ. CPM-ന് പരോക്ഷ വിമർശനം ഉള്ള കഥയുടെ പേര് കരുവന്നൂർ എന്നാണ്. കഥ സ്പീക്കർ AN ഷംസീറാണ് പ്രകാശനം ചെയ്തത്. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴും സർക്കാരിനൊപ്പം നിൽക്കണം എഴുത്തുകാർ എന്ന M. മുകുന്ദൻ പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചിരുന്നു ടി പത്മനാഭൻ. ഇപ്പോൾ ടി പത്മനാഭൻ കരുവന്നൂർ വിഷയമാക്കിയൊരു പുസ്തകം എഴുതുന്നു. അതിൽ ഷംസീർ അത് പ്രകാശനം ചെയ്യുകയും ചെയ്തു. സ്പീക്കർ ഷംസീർ, അതിൽ സ്വരാജുമുണ്ട് പരിപാടിയിൽ. ആകെക്കൂടെ കൗതുകമാണല്ലോ, ഇതെന്താണ്? തീർച്ചയായിട്ടും വലിയ കൗതുകം തോന്നുന്ന രീതിയിലാണ് ടി പത്മനാഭന്റെ ഈ കഥയുടെ പ്രകാശന വേദി തന്നെയുള്ളത്. സ്പീക്കർ AN ഷംസീറും M. സ്വരാജും ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ വെച്ചാണ് ടി പത്മനാഭന്റെ കരുവന്നൂർ എന്ന പേരിൽ തന്നെയുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്തത്. ഈ കരുവന്നൂർ എന്ന പുസ്തകത്തിനകത്തെ ഒരു കഥ, അത് കൃത്യമായ രീതിയിൽ CPM-ന്റെ കരുവന്നൂർ ഈ കള്ളപ്പണം ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കഥ തന്നെയാണ്. അതിലെ ഒരു പ്രാഥമികമായ കാര്യങ്ങൾ തോന്നുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കഥയാണ്. ആ കഥയിൽ പറയുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഈ ഒരു ബാങ്കിൽ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിക്കുന്നു. ആ ബാങ്ക് ഇത് തങ്ങൾ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനമാണ്, തങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സത്യസന്ധമായിട്ടുള്ള സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കാൻ സന്നദ്ധമായതിന് ഈ നിക്ഷേപകരായി എത്തിയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കളെ അഭിനന്ദിക്കുന്നു. അപ്പോൾ അങ്ങനെ പോയി അവസാനം ഈ ഒരു സുഹൃത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ മറ്റേ സുഹൃത്ത് തൻ്റെ ഭാര്യയോട് പറയുന്ന ഒരു വ്യസനം അല്ലെങ്കിൽ അത്തരത്തിലൊരു സങ്കടം പറച്ചിലേക്കുള്ള ഒരു രീതിയിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ CPM-നെ പരോക്ഷമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന ടി പത്മനാഭന്റെ ഒരു കഥയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൗതുകമുള്ളത്, ടി പത്മനാഭൻ മുൻപും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് പാർട്ടിയിലെ നേതാക്കളെയൊക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്താറുണ്ട്. കഥകൾ പലപ്പോഴും അത്തരത്തിലുള്ള ധ്വനികളുള്ള പരാമർശങ്ങളും പ്രതികരണങ്ങളും കഥകളും ഒക്കെ ടി പത്മനാഭന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ഒരു കൗതുകമായി മാറിയത് സ്പീക്കർ AN ഷംസീർ തന്നെ ഈ കഥയുടെ പ്രകാശനം നടത്താൻ വേണ്ടി എത്തുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൗതുകമായിട്ടുള്ളത്. ഈ സംഭവത്തിൽ M. സ്വരാജ് ഉൾപ്പെടെ, ഈ പ്രകാശന വേദിയിൽ M. സ്വരാജ് ഉൾപ്പെടെ ഉണ്ടാവുന്നതും വളരെയധികം കൗതുകം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും CPM-ന്റെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അതിനകത്ത് കരുവന്നൂർ ബാങ്കിനെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കഥ എഴുതിയതെന്ന് ആ കഥ വായിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. പേര് തന്നെ കരുവന്നൂർ എന്നുള്ളതാണ് ആ പുസ്തകത്തിന് നൽകിയിരിക്കുന്നത്. അപ്പോൾ CPM-ന്റെ ഈ കരുവന്നൂർ ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അത് AN ഷംസീർ തന്നെ പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകമായിട്ടുള്ള കാര്യം. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.